Good afternoon. Today we will be discussing about the foreign capital. Okay, so as we all know, capital is required for the development of a particular nation, and this capital we can acquire from both internal as well as the external sources. Okay, and the capital is in case of the developing countries and all developing as well as underdeveloped countries, the capital which we acquire from the internal sources will not be sufficient for the development. At that time, they have to acquire the capital from the external sources also. That time we will be receiving the foreign investments. Okay, and this the capital which we acquire from the external sources can be defined as the foreign capital or the foreign investments. ഓക്കെ സോ ഒരു എക്കണോമിയുടെ ഗ്രോത്തിന് ക്യാപിറ്റൽ എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ക്യാപിറ്റൽ നമുക്ക് ഇൻറ്റേർണൽ സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊക്കെ അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീൻ്റെ കേസിൽ ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് മാത്രം, അതായത് കൺട്രിയുടെ വിത്തിൻ ദ കൺട്രിയിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ സോഴ്സിനെ അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. Okay, and that type of investment is known as the foreign investment. So we have to depend upon the external sources for the development. So the type of foreign capital or the foreign investments will be classified into two: private foreign capital and second one is the international loans and grants. Okay, so these are of two types: private foreign capital or international loans or grants. And first we will be discussing about the private foreign capital. And this private foreign capital comes from the foreign private parties. Okay, that is when the foreign industries or the foreign multinational corporations directly investing in our country, then that will be a private foreign capital. Okay, അതായത് ഈ ഫോറിൻ കൺട്രിയിൽ ഒറിജിനായിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടെ റൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസൊക്കെ നമ്മുടെ രാജ്യത്ത് വന്ന് നേരിട്ട് നിക്ഷേപം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇന്ത്യയിൽ ഇപ്പോൾ അമേരിക്കയിൽ റൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈവറ്റ് ഫോറിൻ ക്യാപിറ്റൽ ഓർ ദി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു ഇൻഡസ്ട്രി ആകാം അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനോ എന്തും ആകാം. ഓക്കെ, and this private foreign capital we can classify into two, that is the foreign direct investment and the foreign indirect investment or the foreign portfolio investment. അപ്പം നമുക്ക് ഈ പ്രൈവറ്റ് ഫോറിൻ ക്യാപിറ്റലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫോറിൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദി ഇൻ്റർനാഷണൽ ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് ഇൻ്റർനാഷണൽ ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ്. ആൻഡ് ദിസ് ഇൻ്റർനാഷണൽ ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ് വി വിൽ ബി റിസീവിങ് ഫ്രം ദി ഫോറിൻ ഗവൺമെൻറ്റ്സ് ആസ് വെൽ ആസ് ദി ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. So, and this type of investment is known as the public foreign capital or financial aid. ഓക്കെ, സോ നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്യുക, ലോണും അതേപോലെ അവർ തരുന്ന ഗ്രാൻറ്റ്സ് ഒക്കെ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർനാഷണൽ ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ് റിസീവ് ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് പബ്ലിക് ഫോറിൻ ക്യാപിറ്റൽ ഓർ ഫിനാൻഷ്യൽ എയ്ഡ്. So the types of foreign capital are of two types: private foreign capital as well as international loans and grants. അതിന് നമുക്ക് പബ്ലിക് ഫോറിൻ ക്യാപിറ്റൽ എന്നും പറയാം. Now we are moving on to the foreign direct investment, that is the first type of foreign capital. Okay, foreign direct investment. In case of foreign direct investment,
a foreign organization is directly making an investment in a country in order to produce or market a particular product or service in a country, and this investment is made in order to have a control over the investment. Okay, അതായത് ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ഒരു കൺട്രിയിൽ വന്ന് ആ ഒരു കൺട്രിയിലുള്ള നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതൊന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേറൊരു രാജ്യത്തുള്ള കൺട്രിയിൽ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്ത് ആ ഒരു ഓർഗനൈസേഷൻ്റെ മേലെ നമുക്കൊരു കൺട്രോൾ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, and next thing is that when a country receives a foreign direct investment, okay, after undertaking of the foreign direct investment, that organization will naturally become a multinational enterprise or multinational corporation. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം ആ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു മൾട്ടിനാഷണൽ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കൺട്രി വിച്ച് ഈസ് മേക്കിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ദി ഹോം കൺട്രി ആൻഡ് ദ കൺട്രി വിച്ച് ഈസ് റിസീവിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ദി ഹോസ്റ്റ് കൺട്രി. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീനെ നമ്മൾ എന്ത് പറയുന്നു, ഹോം കൺട്രി എന്നും, അത് റിസീവ് ചെയ്യുന്ന കൺട്രീനെ എന്ത് പറയുന്നു, ഹോസ്റ്റ് കൺട്രി എന്നും നമ്മൾ പറയുന്നു. ഇപ്പം ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്നുള്ളൊരു കമ്പനി വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. ഓക്കെ, അപ്പം അത് അമേരിക്കൻ കമ്പനീനെ നമ്മൾ എന്ത് പറയുന്നു, ഹോം കൺട്രി എന്നും പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനി അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഹോസ്റ്റ് കൺട്രി എന്നും പറയുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് മെയ്ഡ് ബൈ ദി private foreign industries or MNCs in a particular country in order to have a control over that particular organization, and after receiving that investment the organization will naturally become a multinational enterprise or multinational corporation. And next thing is that the country which is providing the foreign direct investment is the home country, and the country which is receiving the FDI becomes the host country. Now we are moving on to the modes of FDI or forms or types of FDI, and we can classify this FDI mainly into two, on the basis of asset and second one on the basis of the business activity. First we will be moving on to the classification on the basis of asset, and we can classify into three: greenfield investment, acquisition, brownfield investment. First one is the greenfield investment. If we are setting up a new enterprise in a foreign country, it is known as the greenfield investment. നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിൽ ചെന്നിട്ട് ഒരു രാജ്യത്ത് ചെന്നിട്ട് ഒരു പുതിയ ബിസിനസ് ഓർഗനൈസേഷൻ കെട്ടി ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മളതിനെ പറയുന്നു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. അക്വിസിഷൻ ഓർ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. ഓക്കെ, അക്വിസിഷൻ മീൻസ് വി ആർ അക്വയറിങ് ആൻ എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസ് ഇൻ ദി ഫോറിൻ കൺട്രി. ഓൾറെഡി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റർപ്രൈസസിനെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നു. ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഗ്രീൻഫീൽഡ് ആസ് വെൽ ആസ് ദി അക്വിസിഷൻ. ഈ ഗ്രീൻഫീൽഡിൻ്റെയും അക്വിസിഷൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദി second type on the basis of the business activity, that is horizontal FDI, vertical FDI and conglomerate FDI. So on the basis of business activity, first one is the horizontal FDI. So in case of horizontal FDI, if we are setting up a business organization in a foreign country in order to produce the same line of product, that is the horizontal FDI. അതായത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മളൊരു സ്റ്റീൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോയി നമ്മൾ സെയിം സ്റ്റീൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്.
നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ഓർഗനൈസേഷൻ നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ FDI. And next comes the vertical FDI. In case of the vertical FDI, we can classify into two, backward FDI and forward FDI. And in case of the backward FDI, if we are going to start or if we are going to acquire a particular business organization which is used to produce the intermediaries which is required for the production in the domestic country. അതായത് നമ്മൾ ഡൊമസ്റ്റിക് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഇൻ്റർമീഡിയറീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്വേർഡ് FDI എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അത് ആ ഒരു രാജ്യത്ത് വേണമെങ്കിൽ അതിൻ്റെ ആ റോ മെറ്റീരിയൽസിനൊക്കെ വിലക്കുറവായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രാജ്യത്ത് ഇത് പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് അതിനാവശ്യമുള്ളതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാം. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് നന്നായിട്ട് റബ്ബർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം കേരളത്തിൽ നല്ലവണ്ണം റബ്ബറുണ്ട്. അപ്പം ഈ റബ്ബറും ആയിട്ട് ഇപ്പം അമേരിക്കയിൽ റബ്ബർ കുറവാണെന്ന് വിചാരിക്കാം. അപ്പം അമേരിക്കയിൽ ഇപ്പം ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യും, അവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ട് അവർക്ക് അതിന് വേണ്ട ആ ടയർ ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയൽസ് എല്ലാം ഇവിടുന്നേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് ടയർ ഉണ്ടാക്കാൻ വേണ്ടി കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പം കാറിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസൊക്കെ വേറെ സ്ഥലത്തു നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നില്ലേ, അതേപോലെ. In case of the forward FDI, what we are doing if we are starting a business venture in order to distribute the product, that is the ഫോർവേഡ് FDI. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫോർവേഡ് FDI എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് FDIയിലോ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് വേണ്ട ഇൻ്റർമീഡിയറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബാക്ക്വേർഡ് FDI എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് FDI എന്ന് പറയുന്നത്. And the last one is the conglomerate FDI. Okay, so in case of the conglomerate FDI, we are moving on to the foreign country in order to produce a product which is entirely different from our line of product. അതായത് നമ്മളൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിനെയാണ് കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ സ്റ്റീലാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സോപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. അതിനെ നമ്മളെന്ന് പറയുന്നു കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നു. Now we are moving on to the foreign portfolio investment or foreign indirect investment. In case of the foreign portfolio investment, what an investor is doing, he is investing in the stock, shares, bonds, debentures and other securities in a foreign country. And here the purpose of the investment is to get some interest or dividend, and he will not be having any control over the investment which he is made. Okay, actually here the main aim of the foreign portfolio investment is to attain a return over the investment. അതായത് നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അവിടെയുള്ള ഷെയർസിലോ ബോണ്ട്സിലോ ഡിബഞ്ചേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ ഒക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്ററിന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടാവില്ല. ജസ്റ്റ് ടു ഏൺ എ റിട്ടേൺ ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ദി foreign portfolio investment or foreign indirect investment. Now we are moving on to the next type, that is the foreign institutional investment or FII.
In case in case of foreign institutional investment, based upon the regulations issued by the government of India, these foreign institutional investors, NRIs, as well as the persons of Indian origin, were allowed to invest in the primary as well as the secondary capital market in India through the portfolio investment scheme. Okay, so they can be acquire the shares, debentures through the company's stock exchanges in India, and based upon this scheme, only up to 24% of the company's investment only they can be made, and the investors will be required the approval from the company's board. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത റെഗുലേഷൻസ് പ്രകാരം ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്, NRIസിന്, അതേപോലെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അവർക്കൊക്കെയും ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിലും അതേപോലെ നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റുകളിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഈ പോർട്ട്ഫോളിയോ സ്കീം പ്രകാരം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇവർക്ക് അപ് ടു 24% വരെ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ പ്രയർ അപ്രൂവൽ വേണ്ടിവരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോറിൻ പാർട്ടീസിന്, അതായത് ഇൻവെസ്റ്റേഴ്സിന്, FIIക്ക്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും NRIക്കും പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Now we are moving on to the need for foreign capital or foreign direct investment in India. അതേപോലെ തന്നെ റോൾ ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഓർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് ചോദിച്ചാലും we can write the same answer. Now we will be discussing few points. Higher investment, first one, and developing countries as well as the underdeveloped countries will be suffering from shortage of capital. When we receive the foreign investment, we will be able to overcome the issue of shortage of capital, and it will be lead to the increase of the gross domestic product. അതായത് നമ്മൾ ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസൊക്കെ ഫേസ് ചെയ്യുന്നൊരു മെയിൻ ഇഷ്യൂ ആണ് എന്ത്, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്കിതൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ GDP എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ത്രൂ ദി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. Next one is the advanced technology. Okay, so these developed as well as underdeveloped countries facing from a main issue, that is the low technologies or obsolete technologies. So through the foreign direct investment, we will be able to use the advanced technologies from the developed countries, because they will be bringing the improved technologies to their invested organizations. നമ്മുടെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ ആണ് ഈ ഒബ്സലീറ്റ് ആയിട്ടുള്ള, അതായത് പഴകിപ്പോയ ടെക്നോളജീസൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യും. അത് നമ്മുടെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യും, കാര്യമായിട്ട് ബാധിക്കും അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും, റിഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫോറിനേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും. ആൻഡ് തേർഡ് വൺ ഈസ് ദി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. Through the foreign investment, we will be able to receive a huge amount of capital. Like this way, we will be able to generate many employment opportunities. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഫേസ് ചെയ്യുന്ന മെയിൻ ഒരു ഇഷ്യൂ ആണ് എന്ത്, അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. Next comes the exploitation of natural resources. We have already said that India is having a huge quantity of natural resources, but due to the lack of technology as well as the lack of expertise,
we are not able to utilize it in a fully. So when we get the foreign assistance, we will be able to utilize this foreign natural resources fruitfully. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഫ്രൂട്ട്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോറിൻ അസിസ്റ്റൻസ് കിട്ടുമ്പം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട്. ത്രൂ ദ ഫോറിൻ അസിസ്റ്റൻസ് വി വിൽ ബി ഏബിൾ ടു എക്സ്പോർട്ട് അവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ടു ദി ഡിഫറെൻറ്റ് കൺട്രീസ്. വെൻ വി ഇൻക്രീസ് ദി എക്സ്പോർട്ട്, അവർ എക്കണോമിക് ഗ്രോത്ത് ഓൾസോ വിൽ ബി increasing. And next one is the revenue to the government. So when we generate through the so revenue to the government means when a foreign organization operates in a particular country, we will be imposing taxes over their profit. Like this, the revenue of the government can be increased. അപ്പോൾ ഫോറിൻ കൺട്രി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ടാക്സസ് ഇമ്പോസ് ചെയ്യും. അങ്ങനെ നമ്മുടെ റവന്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി ബെനിഫിറ്റ് ടു ദി കസ്റ്റമേഴ്സ്. ഒരു രാജ്യത്തുള്ള പർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, അവർക്ക് ഫോറിൻ കൺട്രീസിലുള്ളയൊക്കെയുള്ള ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ കുറേയധികം അഡ്വാൻസ്ഡ് ടെക്നോളജീസും അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റൊക്കെ കൂടെ കൊണ്ടുവരും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ അവൈലബിൾ ആവും. സോ ദീസ് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ്.